എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ ഭാരതം ഇന്ന് കരയുകയാണ്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. 2 ദിവസം മുന്നേ കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിനെത്തിയ 27ഓളം ആൾക്കാർ മതം നോക്കി മതം ചോദിച്ചുകൊണ്ട് നിഷ്ഠൂരമായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘാതം നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല അല്ലേ? കാശ്മീരിലേക്ക്, പഹൽഗാമിലേക്ക് മധുവിത്വം ആഘോഷിക്കാൻ വന്ന 2 കുട്ടികൾ ആ ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഭർത്താവിനെ മതം ചോദിച്ച് ആ മതം മുസ്ലിം അല്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവിനെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് കൊല ചെയ്യപ്പെടുത്തി. ആ ഒരു കരച്ചിലും ആ ഒരു ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ നെഞ്ചു തകരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ ദേശത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയം നിറങ്ങുന്ന സംഭവമാണ്. അവിടെ വധിക്കപ്പെട്ട 27 പേർക്ക് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് തന്നെ പ്രണാമം അർപ്പിക്കുന്നു. ഈ ഒരു സംഭവത്തോടു കൂടി നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതം കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. അതിലൊന്നാണ് സിന്ധു നദീജല ഉടമ്പടി. അത് നിർത്തലാക്കി എന്നുള്ളത്. എന്താണ് സിന്ധു നദീജല ഉടമ്പടി കരാർ? ഇന്ത്യയും പാകിസ്ഥാനും കൂടി ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ്, ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ അഥവാ ഉടമ്പടി. ഇത് 1960 സെപ്റ്റംബർ 19 പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് നമ്മുടെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡൻ്റായ അയൂബ് ഖാനും തമ്മിൽ ഈ ഉടമ്പടി, അതായത് സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഈ ഉടമ്പടി പ്രകാരം കിഴക്കോട്ട് ഒഴുകുന്ന, അതായത് ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം നമ്മുടെ ഭാരതത്തിനും, അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു, ചിനാബ്, ചലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു. ഈ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഇന്ത്യയിൽ കൂടി ഒഴുകുന്നത് കൊണ്ട് അതിലെ ജലം ജലസേചനത്തിനും യാത്രക്കും അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിനും ഇന്ത്യക്കും ഉപയോഗിക്കാം എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ സിന്ധു നദീജല ഉടമ്പടി ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന ഈ 3 നദികളും ചിലപ്പോൾ ഭാവിയിൽ അതിൻ്റെ ഒഴുക്ക് ഇന്ത്യ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ജലക്ഷാമം, അതുപോലെ തന്നെ കൃഷി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഭയന്നത് കൊണ്ടാണ് ഈ സിന്ധു നദീജല ഉടമ്പടി ഉണ്ടാക്കാൻ കാരണം. 1960 ശേഷം, ഈ ഉടമ്പടി പ്രകാരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ തന്നെ ഇതേ ഉടമ്പടി പ്രകാരം ആ പ്രശ്നങ്ങളും പരാതികളും കൂടുതൽ വഷളാവാത്ത രീതിയിൽ പരിഹരിച്ചിരുന്നു. ഇന്ന് ലോകത്തുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും വിജയകരമായ ഒന്നാണ് സിന്ധു നദീജല ഉടമ്പടി എന്ന് കരുതിപ്പോകും. കാലാവസ്ഥ വ്യതിയാനത്തെയും അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളും ഉൾപ്പെടുത്തി ഈ ഉടമ്പടി, ഈ കരാർ വെക്കേണ്ടതായിട്ടുണ്ട് എന്ന ഒരു അഭിപ്രായം നിലവിലുണ്ട്. ഈ സിന്ധു നദീജല കരാർ പ്രകാരം, ഉടമ്പടി പ്രകാരം സിന്ധു നദിയിലെ ജലം 20% മാത്രമാണ് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ അവകാശമുള്ളത്, അല്ലെങ്കിൽ ആ 20% മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത്. 2 ദിവസം മുൻപ് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കടുത്തൊരു തീരുമാനം എടുത്തിരിക്കണം. അതായത് സിന്ധു നദീജല കരാർ നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തീരുമാനത്തോടും കൂടി പാകിസ്ഥാൻ അനുഭവിക്കൊണ്ട് പോകുന്നത് അതിഭീകരമായ ജലക്ഷാമവും കാർഷിക സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെയാണ്. പാകിസ്ഥാനിലെ കിഴക്കൻ മേഖലയെ പൂർണ്ണമായും വരൾച്ചയിൽ കൊണ്ടെത്തിക്കുന്നു. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ പഞ്ചാബിലേക്ക് കാർഷിക സംബന്ധമായിട്ടുള്ള ജലലഭ്യത നഷ്ടപ്പെടും. അതോടുകൂടി തന്നെ പഞ്ചാബിലത്തെ കാർഷിക മേഖല താറുമാറാകും. അവിടെ വരൾച്ചയും നേരിടും. ഈ പഞ്ചാബ് മേഖലയിലെ കാർഷിക പ്രവർത്തനങ്ങൾ നിന്നുപോയാൽ അത് ആ പഞ്ചാബ് പ്രവിശ്യയെ മാത്രമല്ല പാകിസ്ഥാനെ മുഴുവനായിട്ടും ബാധിക്കും. ഇത് തീവ്രവാദികളെ തീറ്റിപ്പോറ്റി പട്ടിണിയിലായ, ദരിദ്രത്തിലായ പാകിസ്ഥാൻ ഇനി നേരിടാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി മാത്രമായിരിക്കില്ല, ഭക്ഷ്യലഭ്യത, ഭക്ഷ്യപ്രതിസന്ധിയും കൂടിയായിരിക്കും. ഈ നയതന്ത്രപരമായ നിർത്തിവെക്കൽ മാത്രമാകരുത്, വളരെ ശക്തമായ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ
ഒരു ഹൃദയ നോവായി, ഒരു ഹൃദയ നൊമ്പരമായി പാകിസ്ഥാന് ശിക്ഷ കിട്ടിയിരിക്കണം, തിരിച്ചടി കിട്ടിയിരിക്കണം. ഇത് ഒരു ദേശസ്നേഹി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ച് ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദേശസ്നേഹിയുടെ ആഗ്രഹമാണ്. ഇതുപോലെ തന്നെ ദേശത്തെ സ്നേഹിക്കുന്ന, ദേശത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനകോടികൾ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പഹൽഗാമിൽ പൊലിഞ്ഞുപോയ 27 പേരുടെയും ജീവൻ്റെ വില പാകിസ്ഥാൻ അറിഞ്ഞിരിക്കണം, അറിഞ്ഞേ തീരും. ഇത് എൻ്റെ മാത്രമല്ല, ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആഗ്രഹമാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവർക്ക് എല്ലാവരും ജയ് ഹിന്ദ്.